കെ.എൻ. ഗണേഷ് ചരിത്രകാരൻ അദ്ദേഹം കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ.എൻ. ഗണേഷ്, ഇവിടെ കെ മുഹമ്മദ് മുന്നോട്ട് വെച്ച ഒരു വിഷയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ അയോധ്യയ്ക്കൊപ്പം കാശിയിലെ ഗാൻബാബിയും മഥുരയിലെ ഷാഹി ഈദ്ഗാഹും പള്ളി മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം. അതോടുകൂടി ബാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹിന്ദു സമൂഹം മുൻകൈയെടുക്കണം. കാലങ്ങളായി ഹിന്ദു സമൂഹം RSS ഒക്കെ ആവശ്യപ്പെടുന്നതാണ്. അയോധ്യയ്ക്കൊപ്പം തന്നെ ആവശ്യമുയർന്നതാണ് ഈ ഗാൻബാബിയും ഷാഹി ഈദ്ഗാഹും ഒക്കെ. അത്തരമൊരു നിർദ്ദേശത്തോട് താങ്കളുടെ പ്രതികരണം? ഈ പഴയ കാലത്ത് ധാരാളം ക്ഷേത്രങ്ങളും പള്ളികളും ഉണ്ടായിരുന്നു. അവ പലതവണയായിട്ട് അവ നിർമ്മിക്കപ്പെടുകയും അവ മാറ്റപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമൂഹത്തിൻ്റെ, ഹിന്ദു സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവകാശമാണെന്ന് ഈ 21ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കാനുള്ള ശ്രമത്തിനോട് എനിക്ക് എതിർപ്പുണ്ട്. കാരണം അത്തരത്തിലുള്ള രീതിയിലേ അല്ല നമ്മൾ കാണേണ്ടത്. ഇതൊക്കെ ചരിത്രപരമായിട്ട് നടന്ന സംഭവങ്ങളാണ്. ഈ ചരിത്രപരമായിട്ട് നടന്ന സംഭവങ്ങളിൽ നിങ്ങൾക്ക് പള്ളികളുണ്ടാവാം, പള്ളികളിൽ ചിലതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാവാം, ക്ഷേത്രങ്ങളുണ്ടാവാം, ക്ഷേത്രങ്ങൾ സ്വാഭാവികമായിട്ട് തകർന്നുപോയ ക്ഷേത്രങ്ങളുണ്ട്, വീണ്ടും പുനരുദ്ധരിക്കപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട്, വീണ്ടും നിർമ്മിക്കപ്പെട്ടവയുണ്ട്, അങ്ങനെ പലതുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ, ഹിന്ദു സമൂഹം എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ആസ്തിയാണ് ഇത് എന്ന് സ്ഥാപിക്കുകയും ഈ ആസ്തിയാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പ്രൊപ്രൈറ്ററി റൈറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇത് വാദിക്കുകയും ചെയ്യുന്ന ഏർപ്പാട്, അത് യഥാർത്ഥത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കലാണ്, അതിൻ്റെ അനാവശ്യമായിട്ടുള്ളൊരു എക്സ്റ്റൻഷനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള സംഗതികളോടുള്ള എതിർപ്പാണ് ഞാനിവിടെ സൂചിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഗാൻബാബി എന്ന് പറയുന്നൊരു പള്ളി അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് 17ാം നൂറ്റാണ്ടിൽ, ഉദാഹരണത്തിന് അത് ഔറംഗസീബിന്റെ കാലത്തുണ്ടായതായിരിക്കാം. കാശിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ മാറ്റത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഉണ്ടാകും. ഏതൊരു പള്ളി സ്ഥാപിക്കുമ്പോഴും വളരെ ബിസി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു പള്ളി സ്ഥാപിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രദേശത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതലത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതിന്റെ പുറത്ത് നമുക്കാർക്കും ഒരു പ്രൊപ്പറേറ്ററി റൈറ്റൊന്നുമില്ല ഏതെങ്കിലും ഒരു പ്രദേശത്തിന് മുകളിൽ. അങ്ങനെ വരുമ്പോൾ ഉണ്ടായി വരുന്ന ഇത്തരത്തിലുള്ള വളരെ ക്ഷുദ്രമായ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കണമെന്നാണ് എനിക്കതിനെ കുറിച്ച് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ ഈ അയോധ്യ പോലെ തന്നെ ഈ രണ്ട് വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ട്. അയോധ്യയിലെ വളരെ പ്രധാനപ്പെട്ട വിധി നമുക്കറിയാം. ഈ കേസിന്റെ അതുമായി ബന്ധപ്പെട്ട മെറിറ്റിലേക്ക് കടന്നില്ല കോടതി എന്ന ആക്ഷേപമുണ്ട്. ഒരു സമവായം എന്ന രീതിയിൽ കോടതിയുടെ ഭാഗത്ത് ഒരു പ്രശ്ന പരിഹാരമുണ്ടായി. ഇവിടെയും അത് വേണമല്ലോ. കാരണം ആ കേസ് ഏതെങ്കിലും തരത്തിൽ ഒന്ന് മാറണമെങ്കിൽ, അത് ഇല്ലാതാകണമെങ്കിൽ, ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ കോടതി ഇടപെടലുണ്ടാകും. ഇപ്പോൾ സർവേ അടക്കം കോടതി മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട്, അതുകൂടി കണക്കിലെടുക്കണമല്ലോ. ഉണ്ട്, സംഭവിച്ചു. അങ്ങനെ സർവേ അടക്കം കോടതി മുന്നോട്ട് വെക്കണമേ. കോടതിയുടെ മുമ്പിലുണ്ടാകേണ്ട സംഗതി എന്താണ്? നിങ്ങൾ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഒരു പള്ളി നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പ്രൊപ്പറേറ്ററി അവകാശങ്ങളുടെ കാര്യമല്ലേ കോടതിക്ക് അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. കോടതി എന്തിനാണ് 10ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ് ഒരു പള്ളി ഉണ്ടായിരുന്നോ ഇല്ലയോ, അല്ലെങ്കിൽ അമ്പലം ഉണ്ടായിരുന്നോ എന്നില്ലയോ എന്നുള്ള അന്വേഷിക്കേണ്ട കാര്യം അത് കോടതിയുടെ ബാധ്യതയല്ലല്ലോ. അത് സിവിൽ കോഡിന്റെ പോലും ബാധ്യതയല്ലല്ലോ അത്തരത്തിൽ അന്വേഷിക്കുക എന്ന് പറയുന്നത്. അപ്പൊ എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്തിനാണ് അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നത്? മറുവശത്ത് അതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, ഇപ്പോൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വേറൊരു സംഗതിയിൽ കോടതി ഒരു തീരുമാനമെടുത്തു. അതേസമയം തന്നെ ഒരു സമവായം എന്നുള്ള രീതിയിൽ ബാബരി മസ്ജിദിന്റെ ഭാഗമായിട്ട് മറ്റൊരു മുസ്ലിം പള്ളി സ്ഥാപിക്കാനായിട്ട് 5 കിലോമീറ്റർ ദൂരെ ഒരു സ്ഥലത്ത് പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. ആ പള്ളി എവിടെയെങ്കിലും നിർമ്മിക്കപ്പെട്ടു? നമുക്കിവിടെ ആ കൂടി അറിയുന്ന രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള ചർച്ച മാത്രമല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഈ പള്ളി എവിടെയാണ് നിർമ്മിക്കപ്പെട്ടത്? പള്ളിയെക്കുറിച്ച് ആരാണ് ചോദിക്കുന്നത്? അപ്പൊ അങ്ങനെ വരുമ്പോൾ സമവായം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ സമവായമായിരുന്നോ ലക്ഷ്യം? ഇതുകൂടി പരിശോധിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അപ്പൊ ഈ കോടതിക്ക് പോലും വ്യത്യസ്തമായ നിരീക്ഷണങ്ങൾ നമുക്കറിയാം. നമ്മുടെ നിലനിൽക്കുന്ന 91 ആരാധനാലയ നിയമം, അത്
അതിനെ പോലും കോടതി പൊതു ആരാധനാലയങ്ങളുടെ സ്വഭാവത്തെയും ചരിത്രത്തെയും അവയുടെ തെറ്റുകളും കൊണ്ട് നിർണ്ണയിക്കരുത് എന്നാണ് സുപ്രീം കോടതി 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് വിധിച്ചത്. അതേ കോടതി 2020 മേയിൽ ഗ്യാൻബാബി വിഷയത്തിൽ പള്ളിയുടെ സ്വഭാവം നിശ്ചയിക്കുന്നതിന് വേണ്ടി സർവേ നടത്താൻ പറയുകയാണ്. അങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ കോടതിയുടെ പല പരാമർശങ്ങളും വിധികളും പോലും ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം എന്തിനാണ് ആരാധനാലയ നിയമം കൊണ്ടുവന്നത് എന്നുള്ളത്. നമ്മുടെ ചരിത്രപരമായ നിയമമായിരുന്നു. അതുപോലും മാറ്റിമറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ എന്ന സംശയം ഉയരുന്നു ഇത്തരം ചില പരാമർശങ്ങളെ കൊണ്ട്. അതെ, 1950 നമുക്കൊരു ഭരണഘടന ഉണ്ടായിട്ടുണ്ട്. ആ ഭരണഘടനയിൽ ആരാധനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സംഗതി അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആരാധനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള ഇൻസിറ്റു ഉള്ളായിട്ടുള്ള ഏതെങ്കിലും ഒരു ആരാധനാലയത്തിന്റെ പുറത്ത് നമുക്ക് ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കുക മാത്രമേ അവിടെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. വേറെ ഏതെങ്കിലും നമുക്ക് BC 5000 അല്ലെങ്കിൽ KD 1000 ഉണ്ടായി വന്നിട്ടുള്ള ഒരു ആരാധനാലയം ഇന്ന് മാറ്റിമറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നിലപാട് വേറെ ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഭരണഘടനയ്ക്കോ സിവിൽ കോഡിനോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഒരു സർവേ നടത്താനായിട്ട് സാധിക്കുക? സർവേ എങ്ങനെ നടത്തും? അതായത് നിങ്ങൾക്ക് ആ സർവേ നടത്തണമെങ്കിൽ ഗ്യാൻവാബി പള്ളിക്കകത്ത് കയറിയിട്ട് അവിടെ നിലവിലുള്ള ഒരു സ്ഥലത്ത് കയറിയിട്ട് അവിടെ മുമ്പ് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് സർവേ നടത്തുക. അങ്ങനെ വരുമ്പോഴാണ് ഈ ആർക്കിയോളജിക്കാരുടെ സഹായം തേടേണ്ടി വരുന്നത്. അപ്പൊ ആർക്കിയോളജിക്കാർ എന്താണ് അവർ പറയുക? ഇവിടെ മുമ്പ് ഒരു മോണ്യുമെന്റ് ഒരു പക്ഷെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്. ഒരു മോണ്യുമെന്റ് ഉദാഹരണത്തിന് 17-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് 300 വർഷത്തിന് ശേഷമുള്ള ഒരു പ്രൊപ്പറേറ്ററി റൈറ്റിന്റെ തീരുമാനമായിട്ട് മാറുക? നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടി റൈറ്റ് 500 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ആരാണ് താമസിച്ചിരുന്നതെന്ന് അന്വേഷിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനിക്കാൻ കഴിയും. അപ്പൊ എന്തടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ഉണ്ടാവുന്നത്? അതല്ലേ പരിശോധിക്കേണ്ട കാര്യം. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? അപ്പൊ ഒപ്പം ഈ KK മുഹമ്മദ് പലപ്പോഴായി ഇപ്പൊ ന്യൂസ് സാർ, അതെ, തിരിച്ചു വരാം സാർ, അതിലേക്ക് വരികയാണ്. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ് ഈ പല വിഷയങ്ങളെയും വഷളാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്നതിൽ രാഷ്ട്രീയം കലർന്നുണ്ടോ എന്ന പ്രസക്തമായ ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ. പലതരത്തിൽ താല്പര്യങ്ങളനുസരിച്ച് ചരിത്രത്തെ വളച്ചൊടിക്കുന്നുണ്ടോ? യഥാർത്ഥ ചരിത്രം പലപ്പോഴും പല കാര്യങ്ങളിലും വിസ്മരിക്കപ്പെടുന്നുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ട്. അല്ല, ഇവിടെ KK മുഹമ്മദിനായിട്ടുള്ള നിലപാടുണ്ടാവാം, മറ്റു ചരിത്രകാരന്മാർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുണ്ടാവും. നമ്മൾ ഇവിടെ ഒരിക്കലും തന്നെ ഓരോ ചരിത്രകാരന്മാരും ഏത് തരത്തിലുള്ള മെത്തഡോളജിയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പഴിചാരുകയോ കുറ്റം ചുമത്തുകയോ ചെയ്യുന്നത് ചരിത്രപരമായിട്ടുള്ള സയന്റിഫിക് സ്വഭാവത്തിനെതിരാണ്. നമുക്ക് ഉദാഹരണത്തിന് അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കാൻ കഴിയില്ല. നമ്മളിവിടെ ആരും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ചരിത്രരചനയിലെ ആ ചരിത്രരചനയുടെ സ്കാലിത്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. നമ്മൾ ആരും തന്നെ അതിനെ എതിർക്കുന്നില്ല. പക്ഷെ നിങ്ങൾ അതിനെ ഒരു ചാപ്പ കുത്തിയിട്ട് ഇന്നൊരു ചാപ്പയുടെ പുറത്തുള്ള ആള് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാപ്പയുള്ള ആൾക്കാർ മുഴുവനും വികലമാക്കുന്നു എന്ന് പറയുന്നതിന്റെ പിന്നിൽ അതിന്റെ ചരിത്രബോധമല്ല നിലനിൽക്കുന്നത്, സമകാലീന കക്ഷി രാഷ്ട്രീയ ബോധമാണെന്ന് ഞാൻ പറയും. അതല്ലാതെ വേറെ എന്തൊന്നും അവിടെ ചെയ്യുന്നത്? അത് ഏത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നത്?